ഹായ് നമസ്കാരം. എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദുസ് ഡയറി എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം. നിങ്ങളെല്ലാം മറന്നിരിക്കുന്ന ഒരു ചാനലാണെന്ന് എനിക്കറിയാം. ആകെ 4, 3, 7 ആൾക്കാരാണെങ്കിലും പറയാനുള്ളതൊക്കെ നമ്മൾ പറയണമല്ലോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ, ഷീജ, നിത, അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് നമ്മൾ അരൂർ അടുപ്പിച്ചൊരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരു കല്യാണത്തിന് വേണ്ടി പോയത്. കല്യാണം നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന പയ്യൻ്റെ പെങ്ങളുടെയാണ്, ഉമേഷിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നേ പോയത്. അപ്പം ഞങ്ങളിവിടെ നേരത്തെ തന്നെ എത്തി. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. നേരത്തെ എത്തിയത് കൊണ്ട് നേരത്തെ എത്തിയെന്ന് പറഞ്ഞാൽ പോരാ, എന്ത് ചൂടാണെന്നറിയാം കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ചൂടാണ്. ഞങ്ങളവിടെ എത്തി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യനൊക്കെ വന്നിട്ടുണ്ട്. ആ കസവും മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പയ്യൻ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം, ഇപ്പം ലൈറ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പുറത്തൊരു റോസ് കളർ ജുബയൊക്കെ ഇട്ട് നമ്മുടെ ഉമേഷുണ്ട്. അങ്ങനെ എല്ലാവരും പൂജാരിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് അവരുടെ താലികെട്ടൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. പെങ്കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അപ്പോൾ അതിൻ്റേതായ ചടങ്ങുകളൊക്കെ ഞാൻ അത്യാവശ്യം ഈ തലയിൽ ഇടയ്ക്കിടയ്ക്ക് തലകളൊക്കെ പൊന്തി വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ പെങ്കൊച്ചും ചെറുക്കനും പെടാൻ പോകുന്ന സമയമായിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഏകദേശ സമയത്തിനുള്ളിൽ അത് നടക്കുന്നതായിരിക്കും. ആ മംഗളകർമ്മത്തിൽ രണ്ടുപേരും പൊട്ടരെ പോലെ ഇരിക്കും. നിങ്ങളിടൂ അവരിടൂ എന്ന് പറയുന്ന ഉപദേശങ്ങൾ കേട്ടു അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താലി കെട്ടുന്ന സമയമായിപ്പോയി. നമ്മുടെ വീഡിയോഗ്രാഫർമാർ കാരണം അതിൻ്റെ ഇടയിലൂടെ ഞാൻ വീഡിയോഗ്രാഫിയൊക്കെ എടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ, നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ അവിടെ ആ പരിപാടികളും അവിടെ ഭംഗിയായിട്ടത് നടന്നു. അങ്ങനെ അവർ നന്നായി ജീവിക്കട്ടെ, നല്ല രീതിയിലൊരു കുടുംബജീവിതം നടക്കട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. അത് ഞാൻ നുണ പറയുകയല്ല, സത്യമായിട്ട് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ അത് വളരെ വലിയ ആവശ്യമാണെന്ന് എനിക്കും തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ മംഗളകർമ്മം അങ്ങനെ കറക്റ്റ് സമയത്ത് നടന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അവിടെ അമ്പലത്തിൻ്റെ ഹോളിൽ വെച്ചിട്ടായിരുന്നില്ല ഫുഡൊക്കെ, അത് വീട്ടിലായിരുന്നു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ സ്വന്തമായിട്ട് പാചകം ചെയ്തായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പം അങ്ങനെയൊക്കെ വീട്ടിൽ വെച്ച് നടത്തുന്നതൊക്കെ ഇപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോഴാണ് അത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ വെയിലത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് ഇതുപോലെയൊക്കെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെ സുന്ദരികളായ അവരെയൊക്കെ വെച്ച് ഞാൻ എടുത്തതാണ്. നമ്മളോ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ വീട്ടിലെ പാർട്ടി മണ്ഡപത്തിലാണ് ഉമേഷിൻ്റെ അമ്മ, അച്ഛൻ, മറ്റൊരൊന്നും കണ്ടില്ല, എല്ലാം പോയെന്നാണ് തോന്നണേ. അങ്ങനെ അവരെ ഫോട്ടോ കണ്ടില്ലേ. പിന്നെ നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങായി.